ഇന്ന് അവരെ പിടിച്ച് അവന്റെ പെടലിക്ക് 2 വീക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. മോനെ, കട്ടയും കല്ലും കമ്പും ഒക്കെ പറക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്നാലും എടാ മഹാപാവി, നീ എന്ത് എത്ര കോഴിയാടാ കൊണ്ടുപോയത്? നിന്നെ ഞാൻ വാടാ വാ. വരട്ടെ വരട്ടെ. എത്തട്ടെ എത്തട്ടെ. തുറക്കട്ടെ തുറക്കട്ടെ. കോഴിയെ പിടിക്കണോ? പിടിക്കട്ടെ പിടിക്കട്ടെ. കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ. അച്ഛാ പോയി. നമ്മൾ എന്തിനാ പിന്നെ ഇവിടെ ഇരുന്നേ? അത് ശരിയാണല്ലോ. എന്നാലും നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചല്ലോടാ മോനെ. എന്തോന്നാ? കോഴി സ്വയം ഇറങ്ങി പോകുന്ന അല്ലെന്ന്. എടാ നാണം കെട്ടവൻ മോനെ, കൊണ്ടി നക്കി തിന്നടാ എരപ്പാളികളെ. എനിക്ക് പോയില്ല കീച്ചട്ട. ഈശ്വരനെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ആരും സഹായത്തിനില്ലാത്തൊരു അനാഥയാണ് ഞാൻ. ഈ കുഞ്ഞിനെ കരുതിയാണ് ഞാൻ ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത്. ഇല്ലെങ്കിൽ എന്നോ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നു. ഒരു സാവിത്രി, കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. എവിടെന്നോ വന്ന വാദ്യാർക്കാകാം, ഞങ്ങൾക്ക് പാടില്ല അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല സാറ്. അങ്ങേര് വളരെ നല്ലവനാ. നല്ലവൻ ഞങ്ങൾക്കറിയാവിടി. വെറുതെ സംസാരിച്ചൊന്നും സമയം കളയണ്ട. നിനക്ക് എത്ര രൂപ വേണ്ടെങ്കിൽ എടുത്തോ. ദയവ് ചെയ്ത് എന്നെ ഒരു സഹോദരി പോലെ കരുതു ദാമോട്ട. ഇവിടുന്ന് ഇറങ്ങി പോകൂ. നാട്ടിലുള്ളവരെല്ലാം സഹോദരിയെ കരുതാൻ ഒപ്പടി. നീ അകത്തോട്ട് വരുന്നോ? അവനെ തൂക്കിയെടുത്തോണ്ട് പോണം. തൂക്കിയെടുത്തോണ്ട് പോരാമോ? ചുമ്മാ കാണാമോ വർത്താനം? ഈ മീനും വാങ്ങിച്ചു വെച്ചുകൊണ്ട് എത്ര നേരമായി ഞാൻ കാത്തിരിക്കുകയാണെന്ന്. എന്തിനാ ഇത്രയും മീന്? മീൻ കണ്ടപ്പോ വാങ്ങണമെന്ന് തോന്നി വാങ്ങിച്ചു. എന്നാ നിനക്ക് ഇഷ്ടമാണെങ്കിൽ കറി ചിത്തിരി എനിക്കെന്താ? എങ്ങനെ കൊണ്ടുതരിക? അച്ഛനുണ്ട്. അതിനൊരു വഴിയുണ്ട്. നിന്റെ അച്ഛൻ ഉറങ്ങിയിട്ട് ഞാൻ രാത്രി വരാം. സൂക്ഷിച്ചു വരണേ. അച്ഛൻ കണ്ടാ കൊന്നാലേ. വരണേ. മാളു, നന്നായിരിക്കുന്നു. ഒളിച്ചും പതുങ്ങിയാണേലും നീ വെച്ചു വിളമ്പി തരുന്നത് തിന്നാൻ നല്ല രുചിയാ. അച്ഛൻ ഉറങ്ങിയോ? നല്ല ഉറക്കം. ആകാശം ഇടിഞ്ഞു വീണാ പോലും അടിക്കില്ല. എന്നും ഇങ്ങനെ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മുത്തിയുടെ തുള്ളലിന് ഇനി എത്ര ദിവസം കഴിയണം? അതിനു മുമ്പ് കല്യാണം കഴിച്ചാലെന്താ? നമ്മളല്ലേ കല്യാണം കഴിക്കുന്നത്, നിന്റെ അച്ഛനല്ലല്ലോ. വയസ്സാം കാലത്ത് അങ്ങേർക്കറിയാമോ നമ്മുടെ വിഷമത? വേഗം കൊണ്ടിട്ട് എഴുന്നേറ്റേ. ഇതാ കൈ കഴുകാൻ വെള്ളം.
ആരാ അത്? ഞാനാണ് സാർ, തുളസി. സാർ, സാർ. എന്താ തുളസി ഈ രാത്രി? സാർ, ബിന്ദുവിന് പനി വളരെ കൂടുതലാണ്. എന്റെ മോള് പിച്ചമ്മയും പറയുന്നു. എനിക്കാരുമില്ല. എന്റെ മോള് ഞാൻ കാണുമ്പോ അത്ര കൂടുതലല്ലായിരുന്നല്ലോ. പെട്ടെന്ന് കൂടിയതാ സാർ. എന്റെ മോള് കരിവാളിച്ച് കിടക്കുക. സാർ ഒന്ന് സഹായിക്കണം. ശരി, നമുക്കൊണ്ട് ആസ്പത്രിയിൽ എത്തിക്കാം. സാറ് വന്നില്ലേ? ഞാനിവിടെ ഉണ്ട് മോളെ. സാറ് പോകരുത്. ഇല്ല മോളെ. നീ പോയിട്ടുണ്ടോ ആര്യങ്കാവിലെ കുടിയേറ്റിന്? തെക്കേ ചിറക്കേക്കര പൂരത്താങ്കാവില്ലേ, അതിനപ്പുറത്തൊന്നും ഞാൻ പോയിട്ടില്ല. നമുക്ക് പോണം. നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്ത് ചേലാണെന്നോ, നിറയെ കച്ചവടം ഉണ്ടാവും. വെടിക്കെട്ട് ഉണ്ടാവോ? ആ കൊള്ളാം, ഉണ്ടാവുമെന്നോ? നിനക്ക് എന്തറിയാം? ആ, ഞാൻ പോയിട്ട് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, വേഗം മടങ്ങി വന്നാ മതി. നീ എന്ത് പെണ്ണ? ഞാൻ എപ്പോ എന്ത് വേണമെന്ന് ചോദിച്ചാലും വേണ്ട വേണ്ട എന്ന് തന്നെ ഉത്തരം പറയുക. ശരി, എനിക്കൊരു ചിന്തൂര ചെപ്പ് കൊണ്ടുവരൂ. പളങ്ക് വെച്ചൊരു ചെറിയ ചെപ്പ് മതി. കൊണ്ടുവരാം. പളങ്ക് വെച്ചൊരു ചെറിയ ചെന്തുരച്ചപ്പ്. ശരി, ഞാൻ പോട്ടെ. 2 ദിവസം എവിടെയായിരുന്നു? ആശുപത്രി. എന്തായിരുന്നു അസുഖം? ആ ബിന്ദുവിന് പനി കൂടുതലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധം അതോ ഗോപി തുളസി ബന്ധമാണോ? ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. പറയേണ്ടത് പണ്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ വകവച്ചില്ല. നിങ്ങൾ ആ സ്ത്രീയുടെ കൂടെ ഹോട്ടൽ മുറിയിലായിരുന്നില്ലേ? അല്ല. കള്ളം, പച്ചക്കള്ളം. നിങ്ങളെ രണ്ടുപേരെയും ഹോട്ടൽ മുറി വെച്ച് കണ്ടവർ ഈ നാട്ടിലുണ്ട്. സൗകര്യത്തിന് വേണ്ടി ആസ്പത്രിയുടെ അടുത്ത് ഹോട്ടൽ ഞാൻ ഒരു മുറിയെടുത്തു. ഒരിക്കൽ തുളസി ഇവിടെ വരികയും ചെയ്തു. കാള വാല് വെക്കുമ്പോ കാര്യം അറിയാമല്ലോ. നിങ്ങൾക്ക് ബുദ്ധി വന്നാലും ഞങ്ങൾക്ക് പിറ്റീടുവാണെന്ന് കരുതരുത്. ബുദ്ധി കൊണ്ട് സത്യത്തെ അപമാനിക്കരുത്. ഈ സ്ഥാപനത്തിൽ നിങ്ങൾ തെളിവായി എറിഞ്ഞു. സാർ, ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് സാറിന് വല്ലതും പറയാനുണ്ടോ? പറഞ്ഞൊന്നും പോലെ. അതെല്ലാം അസംബന്ധങ്ങളാണ്. 2 ദിവസം ഞാൻ സ്കൂളിൽ വന്നില്ല. അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കാനും വ്യാഖ്യാനിക്കാനും ഒരു ഹെഡ് മാസ്റ്റർക്ക് അധികാരമുണ്ടെന്ന് KER പറയുന്നുണ്ടോ? ഓഹോ, നിയമത്തിലേക്ക് കടന്നു. അറിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമം പഠിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. സ്റ്റാഫ് റൂമിൽ താമസിക്കാനും നിയമമില്ലെന്ന് അറിയാമല്ലോ. അറിയാം. എന്നാൽ ഉടനെ ഇവിടെ നിന്ന് മാറി താമസിക്കണം. ശരി സാർ. ഗോപി സാർ, ഗോപി സാർ. സാറ് സ്റ്റാഫ് റൂമിൽ നിന്ന് മാറാൻ പോകുന്നെന്ന് കേട്ടു. അതെ. മറ്റു സ്ഥലം വല്ലതും കിട്ടിയോ? ഇല്ല. ഇനിയെങ്കിലും വേണ്ട. ടീച്ചറിന്റെ വീട്ടിലേക്ക് എന്തായാലും ഞാനില്ല. ഇപ്പോ തന്നെ എനിക്ക് ഈ നാട്ടിൽ നല്ല പേരാ. അത് ഞാൻ കാരണം ടീച്ചറിനോട് ഉണ്ടാവരുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ക്ഷമിക്കണം ടീച്ചർ. ടീച്ചർ മറ്റൊന്നും വിചാരിക്കരുത്. എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു, എന്റെ ചേട്ടൻ. അദ്ദേഹം മരിച്ചുപോയി. ഗോപി സാറിനെ കാണുമ്പോഴെല്ലാം എനിക്കെന്റെ ബാലേട്ടന് ഓർമ്മ വരും.